ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. ഈ പഞ്ചവാദ്യത്തിന് അങ്ങയുടെ ഓർമ്മയിൽ മദ്ദളം കൈകാര്യം ചെയ്തിരുന്ന പ്രശസ്തർ, അതേമാതിരി അക്കാലത്തെ ചെണ്ടയിലുണ്ടായിരുന്ന പ്രശസ്തർ, അവരെയൊക്കെ ഈ തലമുറയ്ക്ക് പരിചയമില്ലാണ്ട് ആയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ ഒരു 70-ന് മുൻപ് ഒക്കെ അങ്ങ് മനസ്സ് നിറച്ച് കണ്ട ആ മദ്ദളക്കാരുടെ ഒരു നിര ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരുന്നു. ചെണ്ടക്കാരുടെ മദ്ദളക്കാരെക്കുറിച്ച് പറയുമ്പോഴേ വെങ്കിച്ചസ്വാമികളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹമാണല്ലോ ഈ പഞ്ചവാദ്യം എന്ന കലാരൂപത്തിന് എന്ന് പറയണു തിമലക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് പല നമ്മുടെ നായത്തോട് അങ്ങനെയുള്ള കുറേ ആൾക്കാർ രാമമംഗലം അവരൊക്കെ ഉണ്ടെങ്കിലും വെങ്കിച്ചസ്വാമികളുടെ പേരിലാണ് പഞ്ചവാദ്യത്തിനെ അറിയുന്നതും പഞ്ചവാദ്യം മദ്ദളം അരയിലിട്ട് പൂരത്തിൻ്റെ കഥ പറയണ കഥ. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യ പ്രശിഷ്യ പാരമ്പര്യക്കാരാണ് മദ്ദളവാദ്യ രംഗത്ത് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം വെള്ളാറ്റഞ്ഞൂർ പാണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്നു വെള്ളാറ്റഞ്ഞൂർ ശങ്കരൻ നമ്പീശൻ എന്ന് പറഞ്ഞ ഒരാൾ. പിന്നീട് ഒരു ശങ്കരൻ നമ്പീശൻ വന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു ട്രസ്റ്റ് നടക്കുന്നത്. ചാലക്കുടി നമ്പീശൻ്റെ ഭാര്യ പിതാവ്. അങ്ങനെ അതിന് ശേഷം പിന്നെ വെള്ളാറ്റഞ്ഞൂർ പാണി എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് മുഴുവൻ ചാലക്കുടി നമ്പീശൻ മാത്രമാണ്. മറ്റുള്ളവരൊന്നും അത്രയും കൂടി ശ്രദ്ധ കേന്ദ്രങ്ങളായിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഞങ്ങളുടെ തലമുറയിലേക്ക് വേണമെങ്കിൽ കലാനിലയം ബാബുവിനെ വരെ കൊണ്ടുവരാം. മറ്റുള്ളവരൊന്നും അങ്ങനൊരു ഇതില്ല. ഇപ്പോൾ കലാമണ്ഡലം പോലെ കോട്ടയ്ക്കൽ പോലെ അങ്ങനെ ഒരു സ്ഥാപനമൊന്നും അല്ലല്ലോ അത്. എങ്കിലും അവർ ആ കലയെ എന്തെന്നില്ലാത്ത രീതിയിൽ ബഹുമാനിച്ചു കൊണ്ടൊരവസ്ഥ കാണാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഈ രണ്ട് തൃക്കൂർ പ്രത്യേക പാണിയൊന്നുമില്ല. തൃക്കൂർ കൃഷ്ണൻകുട്ടിമാരാർ പഞ്ചവാദ്യം കുട്ടിയിരുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ ഗോപാലൻകുട്ടിമാരാർ പ്രസിദ്ധനായിരുന്നു. പക്ഷെ അവർക്കൊക്കെ പഞ്ചവാദ്യം മാത്രമേ ഉള്ളൂ, മറ്റ് പിന്നെ കേളി പോലും ഇല്ല. എന്നാൽ തൃക്കൂർക്ക് ഈ പാരമ്പര്യം വന്നത് തൃക്കൂർ രാജൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പഴയ അപ്പുക്കുട്ടി തോളച്ചൻ്റെ ശിഷ്യരിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഈ കേളി ഈ വക വിഷയങ്ങളും പഞ്ചവാദ്യം എല്ലാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്നത്. ഞങ്ങളൊക്കെ ഉണ്ണിയേട്ടെന്നാണ് വിളിക്കുക. ഞങ്ങളുടെ തലമുറയിലേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം. പിന്നെ അലനല്ലൂർ കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്വാമികളുടെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു. സ്വാമികൾക്ക് വളരെ പ്രിയമായിരുന്നു. അദ്ദേഹത്തിന് ഇത് രണ്ടും ഉണ്ടായിരുന്നു, പഞ്ചവാദ്യം ഉണ്ടായിരുന്നു, കഥകളി ഉണ്ടായിരുന്നു. അപ്പോൾ വെങ്കിച്ചസ്വാമികളുടെ കീഴിൽ പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് മുഴുവൻ മദ്ദളത്തിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. പക്ഷേ സമയം നോക്കിയിട്ടല്ല, ബെല്ലടിക്കുന്നത് നോക്കിയിട്ടല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഉറക്കം വരുന്നില്ല, അപ്പോൾ വിളിക്കുകയായി. അപ്പോൾ ഇതൊന്ന് കൂട്ടി നോക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു സംശയം തീർക്കുകയായി, ഇവർക്കത് ഒരു പാടുമായി. അങ്ങനെ പഠിച്ച ആൾക്കാരാണ്, പഠിപ്പിച്ച ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്ന ആചാര്യന്മാരിൽ പലരും. അതിലൊരാളാണ് ഈ കൃഷ്ണൻകുട്ടി നമ്പീശൻ. പിന്നെ അതുപോലെ അങ്ങേക്ക് ഓർമ്മയുള്ള പ്രസിദ്ധരായ ആരൊക്കെയായിരുന്നു അന്ന്? എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ കൃഷ്ണൻകുട്ടി നമ്പീശൻ്റെ ഏതാണ്ട് അതിലൊന്നും അധികം പഴക്കം വരാത്ത ഒരാളായിരുന്നു സാക്ഷാൽ മഞ്ചേരി ശങ്കുണ്ണി നായർ. മഞ്ചേരി ശങ്കുണ്ണി നായർ അത് പറയുമ്പോഴേ ഞാൻ കഥകളിക്കൂട്ടിലേക്ക് ഒന്നും കൂടി വരേണ്ടി വരും. കാരണം ഈ മഞ്ചേരി ശങ്കുണ്ണി നായരും അലനല്ലൂർ കൃഷ്ണൻകുട്ടി നമ്പീശൻ ഇവരൊക്കെ ഏതാണ്ട് സമപ്രായക്കാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അനവധി ആൾക്കാരുണ്ട്. കടവല്ലൂർ ശങ്കുണ്ണി നായർ, പിന്നെ ചെണ്ടയിൽ പലവരുണ്ട്, അത് ഞാൻ പറയാം. ഏതായാലും ആ മദ്ദളത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കടവല്ലൂർ ശങ്കുണ്ണി നായർ അത് വെങ്കിച്ചസ്വാമിയുടെ ശിഷ്യൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഈ വഴി തന്നെയാണല്ലോ, കല്ലുവഴി ചിട്ടാന്ന് പറയുമ്പോൾ വഴി തന്നെയാണ്. അപ്പോൾ അതിൽപ്പെട്ടതാണ് തിച്ചൂർ മണിയമ്പണിയർ, കടവല്ലൂർ അരവിന്ദാഷൻ, തിച്ചൂർ വാസുവാര്യർ, തിച്ചൂർ ചന്ദ്രൻ വാര്യർ. കഴിഞ്ഞു. അവിടുത്തെ ആൾക്കാരും അതോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്.
പിന്നെ കിഴക്ക് ഇതുപോലെ ഒരു കൊടലടി ബാലപ്പണിക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇത് മഹാരോഗമൊക്കെ ആയിട്ടാണ് ഇത് രംഗം വിട്ടതൊക്കെ. ആദ്യം ഇവിടെ ചാലക്കുടി നമ്പീശൻ്റെയും അപ്പുക്കുട്ടി പുതുവളശൻ്റെയും കൊളാമംഗലത്തിൻ്റെയൊക്കെ സമകാലികനായിരുന്നു. ഞാൻ ആദ്യം കുട്ടണത്ത് പഞ്ചവാദ്യം കുട്ടണമൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ പലവർക്കും ഈ കടവല്ലൂർ ശങ്കുണ്ണി നായരുടെ ശിഷ്യപ്രശിഷ്യർ ഒഴിച്ച് മറ്റ് ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആചാര്യന്മാരുണ്ടല്ലോ, അവർ ഇതിൽ പെടുന്നുണ്ട. ഇവരിലൊന്നും കേളി കൃത്യമായിട്ട് ചെയ്തിരുന്നവരാരുമില്ല. ഇതിൽ സ്വാമികൾക്ക് അന്നും ഇന്നും മരിക്കുന്നത് വരെ ഏറ്റവും പ്രിയമുള്ള മദ്ദളക്കാരനായിരുന്നു പുന്നത്തൂർ മാധവൻ നായർ. പുന്നത്തൂർ മാധവൻ നായർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുഴുവൻ ചാലക്കുടി നമ്പീശൻ ഗുരുനാഥനല്ല, മാധവൻ നായരുടെ ശിഷ്യനൊന്നുമല്ല, പക്ഷേ ബ്രഹ്മക്കാരനാണ്. കൊളാമംഗലത്തിൻ്റെ ശരിക്കുള്ള ആശാനാണ്. അപ്പുക്കുട്ടി പുതുവളശൻ്റെ ശരിക്കുള്ള ആശാനല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പോൾ സ്വാമിക്ക് വിശ്വാസം മദ്ദളത്തിൽ ഉള്ള ഒരേ ഒരു ഏറ്റവും കൂടുതൽ നാളെ ഈ വിഭാഗത്തിനെ നിലനിർത്തുക മാധവനാണ് എന്ന് സ്വാമികൾക്കുണ്ടായിരുന്നത്. അതാണ് പുന്നത്തൂർ മാധവൻ നായർ. ഇത് തെക്ക് ഇതേമാതിരി കേമായിട്ടുള്ള മദ്ദളക്കാരൊക്കെ ആയിരുന്നു. തെക്ക് മേളത്തിൻ്റെ കാര്യത്തിൽ കുറേ അപാകത തന്നെയാണ്. മേളം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ തിരുവല്ല ഗോപാലപ്പണിക്കർ വരെയുള്ള മാവേലി തിരുവല്ല വരെ ഉള്ള ആൾക്കാരെ ഒഴിച്ച് പിന്നെയുള്ള ആൾക്കാരൊക്കെ ഒരു മോഹക്കൊട്ട്. അതിപ്പോൾ നമുക്ക് ഇതിലൊന്നും ചർച്ച ചെയ്യാൻ അത്ര പറ്റില്ലല്ലോ. കളിക്ക് ഇന്ന ആൾ വേണം, ഇന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു മേജർ കളിയാവൂ പറയുന്ന രീതിയിലുള്ള ആൾക്കാരെ ഞാൻ കേട്ടിട്ടില്ല. പാട്ടുകാർ കണ്ടമാനുണ്ട്. പാട്ടുകാർ തിരുവല്ലയിലുണ്ട്, നീലമ്പേരിലുണ്ട്, തകഴിയിലുണ്ട്, ഒക്കെ ദിക്കിലും പാട്ടുകാരുണ്ട്. നമ്മുടെ ഈ മധ്യ കേരളത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ തിരുവല്ല, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അവിടെയൊക്കെ ഒരു ബ്രഹ്മക്കാരും കുറേ ചതിയം ആസ്വാദകർ അന്നുണ്ട് ഇന്നുണ്ട്. ഇപ്പോഴും NSSൻ്റെ മീറ്റിംഗ് പരിപാടിക്ക് കഥകളി ഇല്ലാതെ കണ്ടില്ല. അപ്പോൾ അതൊരു ആ കലയോടുള്ള അവരുടെ ഒരു ആദരവിൻ്റെ ഒരു ഭാഗം കൂടിയല്ലേ. പക്ഷെ ചെണ്ടയും മദ്ദളം വിഷയം ഒരു ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് വരാൻ തുടങ്ങിയത് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ പൊതുവാളാശന്മാർ, അത് കൃഷ്ണൻകുട്ടി പൊതുവാളാശൻ എന്ന് അവിടേക്ക് ചെന്നതിന് ശേഷം പൊതുവാൾ വന്നിട്ടുണ്ട്. കൃഷ്ണൻ നായരേശൻ പോലും കൃഷ്ണൻ നായരേശനേക്കാട്ടിലും 10 വയസ്സ് കുറവാണ് പൊതുവാളാശന്മാർക്ക്. കുഞ്ചു നായരേശനേക്കാട്ടിലും 15 വയസ്സ് കുറവാണ്. ഞാൻ അതൊക്കെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ എനിക്കറിയാം. അതുകൊണ്ട് പറയാം, ഇത് ഈ കുഞ്ചു നായരേശൻ അടക്കം അദ്ദേഹം മാത്രമേ പേര് വിളിക്കൂ, ബാക്കിയുള്ളവർ മുഴുവൻ പൊതുവാളെന്നാണ് പറയാം. കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ കൃഷ്ണനരശൻ പൊതുവാളോടൊന്ന് ചോദിക്കുക, എന്നോട് പറയേണ്ടത് പൊതുവാളൊക്കെ ഉണ്ടായിരുന്ന കളിയാ എന്ന് പറയുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവാളൊക്കെ ഉണ്ടായിരുന്ന കളി അദ്ദേഹത്തിൻ്റെ പൂതന കണ്ടിട്ടാണ് കൃഷ്ണൻകുട്ടി പൊതുവാളൊക്കെ കഥകളിയിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് തോന്നിയത്. അത് അദ്ദേഹം തന്നെ പറയണം. പക്ഷെ ആ പൊതുവാളൊക്കെ ഉണ്ടായിരുന്ന കളിയാണെന്ന് പറയണമെങ്കിൽ ആ പൊതുവാളുടെ വളർച്ച ഒന്ന് നോക്കണം നമ്മൾ. അപ്പോൾ അവരിൽ നിന്നൊക്കെയുള്ള പാരമ്പര്യം പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ. പക്ഷെ പഴയ ആചാര്യന്മാർ ഇനി ഇവർക്ക് ഈ മദ്ദളക്കാർക്ക് സമകാലീനരായിട്ടുള്ള ചെണ്ടക്കാരുടെ കാര്യം പറയുമ്പോൾ അതിലാദ്യം പറഞ്ഞിട്ട് തിരുമേനിയുടെ പേരാവും. തിരുമേനിക്ക് മുമ്പുള്ള ആൾക്കാരായിരുന്നു ഞാൻ അധികം കേട്ടിട്ടൊന്നുമില്ല. മൂത്തവൻ്റെ തിരുമനസിൻ്റെ പേര് തന്നെയാണ് പറയുന്നത്. അദ്ദേഹമാണ് അതിനെ ഏറ്റവും ത്യാഗം ചെയ്തിട്ടുള്ളതാണ്. കല്ലിവിടെ അല്ലെങ്കിൽ അരി കിഴി ഇവിടെ കെട്ടി വെച്ചിട്ടാണ് അത്ര കയ്യെ. പിന്നെ ഈ ഇങ്ങനൊരു സമ്പ്രദായം കൊണ്ടുവന്നതും കൂടി ഈ കഥകളി രംഗത്ത് മറ്റേ പൊതുവാൾമാരുടെ അതൊന്നും നോക്കണ്ട, ഇത് ഇതേയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒപ്പം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അന്ന് ഈ കലാമണ്ഡലമൊക്കെ വരുന്നതിൻ്റെ മുമ്പുള്ള കഥയാവൂലോ ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. അന്ന് ഒപ്പമുണ്ണയായാലും വരിക്കാശ്ശേരി ആയാലും പിന്നെ ഇവിടെ കാടാമ്പുഴയ്ക്കടുത്ത് ഒരു മനയുണ്ട്, അവിടെയാണ് ഈ കാവുങ്കൽ പണിക്കന്മാരുടെ വലിയ ആധിപത്യമുള്ള ഒരു സ്ഥലം. നമുക്കൊന്ന് പരാമർശിച്ചു പണ്ട് ചാത്തൻ പണിക്കരാശാനെ കുറിച്ചൊന്ന് ഓർമ്മ പങ്കുവയ്ക്കണം. ഇത് ഇവിടെ ഈ നെല്ലുവായിൽ ഒരു മടത്തിലാത്ത് ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അറിവിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ 2 ചെണ്ടക്കാരെയെ കണ്ടിട്ടുള്ളൂ. ഒന്ന് കണ്ട്
അത് അനുകരിക്കാൻ ശ്രമിച്ച കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളും അദ്ദേഹത്തെ അറിയാൻ വേണ്ടി ശ്രമിച്ച ഒരേ ഒരാൾ ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനുമാണ്. അതിന് ഏറെ ഒരു ചെണ്ടക്കാരൻ എന്നോട് ഈ വക വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് കാവുങ്കൽ കളരിയിൽ എപ്പോഴും ഒരു ജോഡിയുണ്ട് ഈ കലാകാരന്മാരുടെ ഇടയിൽ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോഡിയിൽ കടവല്ലൂർ ശങ്കുണ്ണി നായർ മദ്ദളം, ഇദ്ദേഹത്തിൻ്റെ ചെണ്ടൈ. ഇതാണ് കാവുങ്കൽ കളരിയിലെ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് കാവുങ്കൽ ഒരു ഗോപാലപ്പണിക്കരുണ്ടായിരുന്നു. ഈ ഗോപാലപ്പണിക്കർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പത്മശ്രീ ചാത്തുണ്ണിപ്പണിക്കരാശാൻ്റെ ജ്യേഷ്ഠനാണ്. ഒരു ജ്യേഷ്ഠനും പിന്നെ മദ്ദളും, അത് ശങ്കുണ്ണി നായരുടെ ശിഷ്യനാണ്. അങ്ങനെ ഇവര് രണ്ടാളെ അല്ലാതെ കണ്ട് അങ്ങനെ പറയത്തക്ക നിലയ്ക്ക് കഥകളി രംഗത്ത് ശ്രുതി കേന്ദ്രങ്ങളായിട്ട് ഉള്ള ആൾക്കാരെ എനിക്കും അറിഞ്ഞുകൂടാ, ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലാതെ ഒരു കലാരൂപത്രയും ഉള്ളതല്ലേ. അപ്പോൾ അതൊന്ന്. പിന്നെ അതിനോടൊപ്പം ഉണ്ടായിരുന്ന മദ്ദളക്കാർ ശങ്കുണ്ണി നായരിൽ കഴിഞ്ഞില്ല. മദ്ദളക്കാർ ഒരുപക്ഷെ ഒട്ടും കുറവായിരുന്നില്ല ചെണ്ടക്കാരിൽ. മറ്റത് മാരാത്ത കുടുംബം അല്ലെങ്കിൽ പൊതുവാൾ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളുണ്ടാവും എന്ന് ഉറപ്പല്ലേ. എൻ്റെ നാട്ടിൽ തന്നെ തിരുവേഗപ്പുറ രാമപൊതുവാളെക്കാട്ടിലും എൻ്റെ ഗുരുനാഥൻ കൂടിയായി അച്യുതപ്രകാശം പറയും ഇടയ്ക്ക്, നീ ശങ്കുണ്ണിയേട്ടൻ്റെ തായമ്പ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇടയ്ക്ക്. ആ കുറച്ച് ഗോഷ്ഠി കണ്ടില്ലായിരുന്നു വെച്ചാൽ ഒരു പൊടി മീതയുണ്ടെന്ന് പറയും. ചില അത്ര നന്നായിട്ട് കൊണ്ടിരുന്ന, പക്ഷെ ഗോഷ്ഠിയാണ്, ആള് ഭയങ്കര ഉയരും ഇതൊക്കെയാണ്. പക്ഷെ സാധ്യ കയ്യ് നല്ല കയ്യും കോലൊക്കെ വളരെ വെട്ടുപ്പായിട്ട് പറയും. അപ്പം ഇത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വേഷത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചാത്തുണ്ണിപ്പണിക്കരാശാനും ചാത്തുണ്ണിപ്പണിക്കരാശാനെ പറ്റി പറയുമ്പോൾ ഞാൻ ചാത്തുണ്ണിപ്പണിക്കരാശനെ കേൾക്കലേ ഉണ്ടായുള്ളൂ ആദ്യം ഈ ദർപ്പണയിൽ എത്തുന്നത് വരെ. പക്ഷെ പരിചയപ്പെട്ട അന്ന് മുതൽക്ക് ഒരുപക്ഷെ കഥകളിക്കാർ മിനിഞ്ഞാന്നും കൂടി ഇവിടെ ഒരു സംഭാഷണം വന്നു, ഒരു വിഷയത്തിന് വേണ്ടി ക്ഷണിക്കാൻ വന്നതാ. അദ്ദേഹത്തിന് കേശവേട്ടൻ്റെ പ്രസംഗത്തെക്കാട്ടിലും കൂടുതൽ നാരായണൻ്റെ പ്രസംഗം എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞതാണ്. എന്താണ് അതിൻ്റെ കഥ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. അവിടെ ഒരു കളിയുണ്ടായി. പത്മനാഭരാശാൻ്റെ ദുര്യോധനും ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണനും ഒക്കെ ഒരു ഡോക്ടറുടെ അവിടെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ആ സ്കൂളിൻ്റെ പിന്നെ മാനേജരായിട്ടുള്ള അങ്ങവരുടെ മകൻ അമേരിക്കയിലാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് കഥകളി വെച്ചു. കലാമണ്ഡലം പിന്നെ പത്മനാഭരാശാൻ്റെ, ചാത്തുണ്ണിപ്പണിക്കരാശാൻ്റെ ദുര്യോധൻ, കേശവട്ടനും ഞാനും മേളം, എംബ്രാന്തിരിയാണോ ഹൈദരാണോ പ്രധാനി അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പാട്ടിനുണ്ട്. അപ്പോൾ കഥാസാരമൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അവർ. ഒരു ദിവസം കാണിക്കാൻ കൊണ്ടുവന്നു വന്നിരുന്നു. അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണക്കുറുപ്പിനെ അടക്കം അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പ്രവേശനം കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തിച്ചു ദർപ്പണം. പക്ഷെ എനിക്ക് ഏത് സമയത്ത് കയറിച്ചല്ല കഴിഞ്ഞില്ല. ഇവിടെ വന്നിട്ടും അങ്ങനെ തന്നെയാക്കുന്നത്. ഇവിടെ വന്നിട്ട് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അദ്ദേഹം നമ്മുടെ ഒന്നും വീടുകളിലേക്ക് വരിക എന്നുള്ളത് തന്നെ ഇല്ല. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കേ അദ്ദേഹത്തിനെ ദർപ്പണയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല വന്നത്. അദ്ദേഹം ഡൽഹിയിൽ അല്ല പിന്നെ ഊട്ടിയിൽ മൃണാളിനി സാരാഭായിയുടെ പിന്നെ ഒരു ഡാൻസ് പരിപാടി ഉണ്ട്. അതിനെ തുടർന്ന് ഒരു കഥകളിയുണ്ട്. അതിൽ ശങ്കരൻകുട്ടി പണിക്കരും ഉണ്ട്, ചാത്തുണ്ണിപ്പണിക്കരും ഉണ്ട്. അവിടുന്ന് ആദ്യം ശങ്കരൻകുട്ടി പണിക്കരോടാണ് അത്ര ചോദിച്ചത്. പക്ഷെ അദ്ദേഹം അപ്പോഴേക്ക് കൊല്ലംകോട് സ്കൂളിൽ ഒരു വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കഴിയുന്നു. ചാത്തുണ്ണിപ്പണിക്കരെ അവർ പോകുമ്പോൾ കൊണ്ടുപോവാണ്. പിന്നെ ദർപ്പണൻ്റെ മുഴുവൻ ചുമതലയും ഭരതനാട്യത്തിൻ്റെ ഏറ്റവും ഇവിടെ ഇപ്പോൾ രാവണിമേനോൻ ആശാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയാണ് മീനാക്ഷി സുന്ദരം പിള്ള. അദ്ദേഹത്തിൻ്റെ സമ്പ്രദായ ശൈലിയാണത്രേ പരക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു ശൈലി. ഇവർ ഓരോ കൊല്ലം പോയിട്ട് ഓരോ ഐറ്റംസ് പഠിച്ചു വരും. ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് മുഴുവൻ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകും. ഇത് വലിയൊരു വിഷയമായി എന്ന് മാത്രമല്ല, പിന്നെ ഇവർ ചെയ്യുന്ന ഐറ്റംസിന് തട്ടിൽ ഇത്രയും കാലം കഥകളി പഠിച്ചുള്ള ആളെ മെയ്യഭ്യാസത്തിൻ്റെ കാര്യത്തിൽ 2 ആളെക്കുറിച്ചാണ് പറയാറ് എപ്പോഴും.
ഒന്ന് ചാത്തുരുമ്പടിക്കരാശനും ഒന്ന് രാമൻകുട്ടി നരേശനും ഇവരുടെ ചൊല്ലിയാട്ടാണ് അത്ര അന്ന് ഏറ്റവും വലിയ വില കൽപ്പിച്ച് പറഞ്ഞിരുന്നത്. മാത്രമല്ല ചാതുർമേശൻ്റെ ഈ കഥകളിയോടുള്ള സമീപനത്തിനും മറ്റ് കലാകാരനിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യത്തും കൂടുതൽ അതെ അതുപോലെ പല പല കാര്യങ്ങളിലും. എന്തിനും നമ്മൾ ചാത്തുരുമ്പടിക്കരാശനിലേക്കൊന്നും പോകണ്ട, ഇന്ന് ജീവിച്ചിരിക്കുന്ന ദിവാകരനിൽ മറ്റു താടിക്കാരെ ഒന്നും കൂടി ചെറുതാവും. ശരിക്കും പറഞ്ഞാൽ എന്താണ് ദിവാകരൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരുപക്ഷെ അറിയില്ല. പക്ഷേ എങ്കിലും ആ കാവുങ്കൽ എന്ന് പറഞ്ഞ കുടുംബത്തിനോടുള്ള ഇത് ആദ്യമായിട്ട് ഇവര് അതിപ്പോൾ ഇവിടേക്ക് ഇതൊക്കെ പറയാൻ പാടുന്നില്ല. ദളാങ്കുതവും കിടതകതരുതവും തെയ് തെയ് താം കിടതകത തെയ് തെയ് താം കിടതകതാം താം കിടതക തെയ് തെയ്. ഇതൊക്കെ ഉരുളുപോലെ കൊട്ടുന്ന ചെണ്ടക്കാരനെ കൈ മറിയും. ജാലറയാണെങ്കിൽ പോലും ഈ ഇടത്തെ കൈ കൊണ്ട് മറച്ചിട്ടാണത്. ഇത് ദിഗതക ദിഗതക അവസാനം അങ്ങനെയാണ് ദളാങ്കുതവും കിടതകതകതവും എന്ന് പറയുന്നുണ്ട്. ഇത് ഒരു ഈ തിശ്രജാതി ഒരു പിന്നെ അലാരിപ്പും ഒരു വർണ്ണം ആണത്ര ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ സ്ഥിരം കിട്ടപ്പള്ളി ഉള്ള സമയത്ത് പോലും നട്ടുവാങ്കം ചാത്തുണ്ണി മതി പറയും. പിന്നെ ഇത് പറയൽ മാത്രമല്ല, തട്ടൽ മാത്രമല്ല, ഇതൊക്കെ അദ്ദേഹം ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇദ്ദേഹം മൃണാളിയുടെ ക്ലാസ് കഴിയുന്നവർ അവിടെ ഇരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ഗുരുവിനെ പറയത്രേ കുറച്ച് ചാത്തുണ്ണി പ്രാക്ടീസ് പണ്ണ് എന്ന് പറയത്രേ. ഇവരെക്കാട്ടിലും ഉൾക്കൊള്ളുന്നുണ്ടാവും മറ്റാളെ. അപ്പോൾ ഈ തട്ടിപ്പിക്കൽ അങ്ങനെയാണ് അത്ര തുടക്കം ഉണ്ടായത്. ഇതൊക്കെ അദ്ദേഹം പറയണം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ആ ഒരു കളരിയുടെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൈ കിട്ടിയത് കൗങ്ങൽ കളരിയിൽ നിന്ന് നമുക്ക് ശരിക്കും കൈ കിട്ടിയ ആൾക്കാരിൽ ചാതുർമണിക്കരാശനെ കണ്ടോരാരും മറക്കില്ല. കുറൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് കുറൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് ഒരിക്കലും എന്നോട് പറഞ്ഞു, നരേൻ കരിങ്കല്ല് പൊടിയാക്കിയിരുന്ന ആളാണ് ചാത്തുണ്ണി. കൃഷ്ണനായരാശൻ്റെ രൗദ്രഭീമൻ അല്ല എന്ന് വെച്ചാൽ ചാത്തുണ്ണിപ്പണിക്കരാശൻ്റെ രൗദ്രഭീമനാണ്. രണ്ടും രണ്ട് തരത്തിലാണ്. ഒന്ന് അഭിനയത്തിൽ കൂടി മറ്റാള് പിന്നെ മറ്റേ ഉപാംഗങ്ങളെ കൂടി ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയാം. പിന്നെ വേഷത്തിന് ഇപ്പം നമ്മൾ ഈ രാമൻകുട്ടി നരേശൻ്റെ ഹനുമാനൊക്കെ കണ്ടു. 3 ഹനുമാന്മാരെ ഒരുപോലെ പറയാറുണ്ട് ആൾക്കാർ, ആസ്വാദകർ. നമ്മുടെ ഗുരു തുല്യരായിട്ടുള്ള ആശാന്മാരാണ്. രാമൻകുട്ടി നരേശനെ പറയണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കളരിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പുറത്തു വരുന്നത്. രാമൻകുട്ടി നരേശൻ്റെ കാര്യം, കുമാരനാരാശൻ അതിലേക്കാട്ടിലും മേള വിദ്യാർത്ഥികളെ മാത്രമല്ല കുമാരനാരാശൻ ഈ കൃഷ്ണകുട്ടിപ്രദർശൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. അണിയറയിൽ നിന്നുള്ള ആൾക്കാരെ മുതൽക്ക് ആദ്യവസാന വേഷക്കാരൻ വരെ കുമാരനാരാശൻ പിന്നെ വേണ്ട ഹെൽപ്പ് ചെയ്ത് എണ്ണ തേച്ചുകൊണ്ട് കുളിക്കാൻ പോകുമ്പോൾ അന്ന് പതിഞ്ഞടന്ന കൂറ് അപ്പം അധികാരം കൊട്ടണം തീർച്ചയായില്ല, എനിക്ക് കൂറ് കൊട്ടില്ലല്ലോ. ഇത് അദ്ദേഹം കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് പാകാവണം. അങ്ങനെ ഒരു രീതി അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ ആശാന്മാരുടെ കാര്യം ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി അങ്ങയുടെ അവാർഡുകളുടെ ഒരു സൂചന പറഞ്ഞ സന്തോഷമായിരുന്നു. ഒരു കഥ കേട്ടിട്ടുണ്ട്, അങ്ങക്ക് ആദ്യം കിട്ടിയ സമ്മാനം ഒരു മദ്ദളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു കാലത്ത് അങ്ങനെ ഒരു അവിടുന്ന് തുടങ്ങി നിങ്ങളുടെ ഒരു സൂചന ആയിട്ടെങ്കിലും ഒരു സന്തോഷം. അത് പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ 7 കൂട്ടുകാരുണ്ടല്ലോ, 3 പെൺകുട്ടികൾ ഉൾപ്പെടെ, ഈ വായനശാലയിൽ ഒരു പുതിയ കെട്ടിടം ഉണ്ടാവണം. ഈ കെട്ടിടം ഉണ്ടാകുമ്പോഴേക്കും എൻ്റെ കോഴ്സും കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതൊക്കെ അറിയുന്നവരാണ് പലവരും, കേട്ടവരൊക്കെ പലവരും ഉണ്ട്. ചെറുകാട് മാഷൊക്കെ ഉണ്ട്, വലിയ കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഞാനാണ് സാമ്പത്തികമായിട്ടും അച്ഛനും ഇല്ല, പാവപ്പെട്ട കുടുംബത്തിലെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടെ ആയിരിക്കണം. കോഴ്സ് കഴിഞ്ഞു, അന്നൊക്കെ 100-300 റുപ്യ കൊടുത്തിട്ട് ഒരു മദ്ദളം മേടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് കൊല്ലനെ കാണാൻ 300 റുപ്യ കൊടുക്കണം. അങ്ങനത്തെ ഒരു കാലമാണ്. അല്ല, അവർ പറഞ്ഞ കാര്യമില്ല, സാധനങ്ങളുടെ വില കൂടി അങ്ങനെ കഴിക്കണം. അപ്പോൾ ഒരു മദ്ദളം ഈ പ്രാവശ്യത്തെ വാർഷികത്തിന് നമുക്ക് നാരായണന് കൊടുക്കണം. ചന്ദ്രശേഖര വാര്യരുടെയും എൻ്റെയും ഫോട്ടോ വായനശാലയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓരോ ഫോട്ടോ. അവർ അത്രയും ആദരവോടുകൂടിയാണ് അന്നൊന്ന് കാണുന്നത്. മദ്ദളം തരാനുസരിച്ചു. അവർക്ക് ഈ വീടാന്തരം പിരിക്കാൻ പോകാനും വയ്യ. ഈ അവസ്ഥയ്ക്ക് കുറച്ച് വെള്ളവനാട്ടുകാർ, കുറച്ച് മെയിനിടെ ആൾക്കാർ എന്തായാലും അവർ
മദ്ദളത്തിനുള്ള പൈസ എത്ര വരും എന്ന് ചോദിച്ചു. പൈസ എൻ്റെ കയ്യിൽ തന്നു. ആരൊക്കെ എടുത്തിട്ടാണ് എങ്ങനെയൊക്കെയാണ് നിശ്ചയില്ല. ഏതായാലും ഞാൻ പെരുവമ്പിൽ പോയി മദ്ദളം ഏൽപ്പിച്ചു. നാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് കലാലയത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ E.P. ഗോപാലനാണ് അന്ന് MLA ആണ്. E.P. ഗോപാലനും ചെറുകാട് മാഷാണ് അതിൽ തിരുപ്പതാരിയായിട്ടിരിക്കുന്നത്. ഇവരൊക്കെ പാടെ കൂടി ചേർന്നിട്ടാണ് മദ്ദളം തരണത്. അതിനെ തുടർന്ന് ധാരാളം ക്ലബ്ബുകളുടെ തരാവുന്ന തരണതൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വയ്ക്കുക. ഇങ്ങനെ എനിക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ നമ്പീശനായിട്ട് വല്ലാണ്ട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കുകയും ചിന്തിക്കുകയും പുസ്തകം എഴുതുന്ന കാര്യത്തിനുമൊക്കെ അങ്ങ് ഒരുപാട് കൂടിയതായിട്ട് എനിക്കറിയാം, നേരിട്ടും പറച്ചിലുമൊക്കെ ആയിട്ട്. അദ്ദേഹത്തിനെ ഒന്ന് സ്മരിച്ചു വിട്ടാൽ സന്തോഷമായിരുന്നു. നമ്പീശ മാഷയെ പറ്റി പറയുമ്പോൾ എനിക്ക് 1000 നാവെന്നൊക്കെ പറയുക ആൾക്കാർ വേണമെങ്കിൽ. ആദ്യം പറയുക നമ്മുടെ വൈഫ് തന്നെയാണ് പറയുക. നമ്പീശ മാഷ് ഒരു ഒന്നാന്തരം സഹൃദയനാണ്. ഒരു ഭാഗം ഈ ട്രസ്റ്റ് രൂപം കൊണ്ട അന്ന് മുതൽക്ക് അതിൽ ആ ട്രസ്റ്റിലുള്ള അംഗമാണെന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുന്ന 2 ആളേ ഉള്ളൂ. ഞങ്ങളെ അംഗങ്ങളൊന്നുമല്ല, പക്ഷേ എങ്കിലും ഒന്ന് സാക്ഷാൽ ഇന്നത്തെ സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂരും, ഒന്ന് ഞാനും. ഞങ്ങളെ വിളിക്കാതെ അവിടെ ഒരു ട്രസ്റ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ണി ഇന്ന് പഠിക്കുന്ന കാലത്ത് കേളി ഒറോസ കൊട്ടാറായി. അതിൻ്റെ അരങ്ങേറ്റത്തിന് കലാനിലയത്തിൽ നിന്ന് എംബ്രാന്തിരി എന്നെയും പ്രത്യേക അധ്യയനം ക്ഷണിച്ചു. അപ്പോൾ പഴക്കം കുറേ കൂടെ നോക്കണം ഇല്ലേ. അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞു, എൻജിനീയറായി, ഡിപ്പാർട്ട്മെൻറ്റിലിരുന്നു ഇല്ലേ. പക്ഷെ അന്ന് ഈ ഉണ്ണിയെ നടുക്കൽ നിർത്തി ഒരു ഭാഗത്ത് അദ്ദേഹം, ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വേറൊരു അനുജനും നിന്നിട്ടാണ് കേളി അന്ന് അരങ്ങേറ്റം ഉണ്ടായത്. അന്ന് മുമ്പിൽ കേൾക്കാനിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു എന്ന് പറയാനാണ്. പക്ഷെ അത് കൂടുതൽ തിളങ്ങാൻ തുടങ്ങിയത് പിന്നെ കലാമണ്ഡലത്തിൽ വന്നപ്പോഴും. എൻ്റെ ഒരു ആശയം അതീതം നടപ്പിലാക്കാൻ ഞാൻ ഈ മേനി പറയാമെന്ന് വിചാരിക്കരുത്. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, തൻ്റെ വലിപ്പം താൻ പറയരുതെന്ന്. ഇവിടെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഈ 3-4 സ്ഥാപനങ്ങളിൽ ഇരുന്നു വെച്ചാലും ഒരു കടലാസിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്തിട്ട് ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഒരപേക്ഷ എഴുതി കൊടുത്തിട്ട് എനിക്കൊരു ജോലി തരണം എന്ന് ഒരാളോട് പറഞ്ഞിട്ടില്ല. ഒരു കളിക്ക് ഒരാൾ എന്നെ വിളിക്കണമെന്ന് ഇന്ന് വരെ ഞാൻ ഈ മഹാന്മാരുടെയൊക്കെ കൂടെ നടക്കാനുള്ള യോഗം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. അതിനെൻ്റെ ദുരാഭിമാനം സമ്മതിക്കാറുമില്ല. ഇത് നമ്പീശ മാഷ് അവിടെ ഇരുന്നിരുന്നു. പലതും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിരുന്നു. അവിടെ ഒരു പ്രൊഫസർഷിപ്പിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ അവിടെ വലിയൊരു ഇത് കാരണം അപ്പുക്കുട്ടി തുളസം പിരിഞ്ഞപ്പോൾ ആ പോസ്റ്റ് എനിക്ക് തരണോ നമ്പീശൻകുട്ടിക്ക് കൊടുക്കണോ എന്നൊരു വാദം വന്നു. അപ്പോഴേക്ക് ചെണ്ടയ്ക്ക് ആളില്ലാത്തൊരു പ്രൊഫസർഷിപ്പ് ഇല്ലാതിരിക്കും. അത് ഇതൊന്ന് അങ്ങോട്ട് കൊടുത്തതാ. ശരിക്കും പറഞ്ഞാൽ അത് വിരുന്നുകാരനായിട്ട് വന്നതാണ്. കാരണം ഡാൻസ് വിഭാഗത്തിൽ നിന്ന് അതിലേക്ക് വന്നതാ. എന്നെക്കാട്ടിലൊക്കെ ഈ അധ്യാപക കീഴ്വഴക്കും ട്രെയിനിങ്ങും ഒക്കെ കഴിച്ച് ആ സ്ഥാനത്ത് ഇരുന്നിട്ട് വിരമിച്ച ആളാണല്ലോ. ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ 2 സീനിയർ പ്രൊഫസർമാർ ഉണ്ടാവുക പതിവുണ്ടാവും. കക്ഷിയാണ് ഞാൻ കേട്ടുള്ളത്, മനസ്സിലാക്കിയിട്ട്. പക്ഷെ കലാമണ്ഡലത്തിൽ അത് ചെയ്തു. കലാമണ്ഡലത്തിൽ ചെയ്തപ്പോൾ മദ്ദള വിഭാഗത്തിൽ പോസ്റ്റ് പോയി. പക്ഷെ അപ്പുകുട്ടീനെ പിണക്കാനും വയ്യ. അപ്പോൾ എന്ത് ചെയ്യണം? ഡാൻസ് മാഷ് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള ആ പോസ്റ്റ് അവിടെ കിടക്കുക. അതെടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന് അപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കീറാമുട്ടികളൊന്നും കൂടാതെ കഴിയും. അദ്ദേഹം വേണ്ടിയില്ല. തൻ്റെ കാര്യം സാധിച്ചല്ലോ. ഗുരുനാഥനാണ്, നമുക്ക് പറയാതെ. പക്ഷെ സത്യം നമുക്ക് മക്കളായാലും ദ്രോണാചാര്യരോട് പറഞ്ഞില്ലേ അർജുനൻ ഇല്ലേ എന്ന് വിചാരിച്ചാൽ മതി. അവിടുന്ന് ഉടനെ അത് കൊടുത്തു. ഈ പോസ്റ്റില്ലാതെ മണ്ണാടിയരസൻ സർവീസ് നാട് പിരിഞ്ഞപ്പോൾ അത് നിയമപ്രകാരം നേർവഴിയാണെന്ന് വെച്ചാൽ അത് ചെണ്ടയിലേക്ക് തന്നെ തിരിച്ചു ചെല്ലണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നുള്ളതായി. സീനിയർ ഈ പറഞ്ഞ ആൾക്കാരെക്കാട്ടിലൊക്കെ സീനിയറായിട്ട് ഒരാൾ മദ്ദളത്തിൻ്റെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കൊടുത്തില്ല. ആ കൊടുക്കാത്ത
അതിലിപ്പോൾ കശപശക്കാരൻ ഞാനാവുമല്ലോ. ഞാൻ പറഞ്ഞു അർഹതപ്പെട്ടത് ഇതുവരെ മേടിച്ചിട്ടുള്ളൂ. ഇന്നത്തെ സമൂഹത്തിലൊക്കെ ആൾക്കാർക്ക് ഇഷ്ടാവുകയും ചെയ്യില്ലേ, ഈ വാരട വിളക്കത്ത് ഇമ്രാൻ്റെ അത്താഴത്തില്ലേ, അതുപോലുള്ളത് വേണ്ട, ഇതിന് എന്നാണ് അനുവദിച്ച് കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടാം, ഞാൻ കാരണം വേറൊരാൾക്ക് കൊടുക്കാതിരിക്കേണ്ട പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രൊഫസർഷിപ്പിന് ഒരു തീരുമാനം മാനേജ്മെൻറ്റ് ഉണ്ടാക്കി. ഇനി ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയട്ടെ, ഈ ചോദ്യത്തിന് മുമ്പ് ചോദിച്ച ചോദ്യത്തിൻ്റെ ബാക്കിയിൽ ഒരു പ്രശ്നമാണ്. കലാമണ്ഡലത്തിൽ ONV സാറ് ചെയർമാനായിരിക്കുന്ന കാലത്ത് ഒരു സമരം പ്രഖ്യാപിച്ചു കുട്ടികൾ. ആ സമരം പ്രഖ്യാപിച്ചപ്പോൾ ONV സാറിന് അവിടെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു, ഒക്കെ ഉണ്ട്, എല്ലാം കഴിഞ്ഞു, മഹാകവിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഈ സമരം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളോടൊക്കെ അദ്ദേഹത്തിന് ഒരു ലേശം ഒരു മടുപ്പ്. അദ്ദേഹം ഉറക്കം കൂടി ഇല്ലാതെ വൈകുന്നേരത്തെ വണ്ടിക്ക് ഷൊർണൂർ വന്ന് കലാമണ്ഡലത്തിലേക്ക് വിളിച്ചു. ഡ്രൈവർ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ കുളി പോലും കഴിഞ്ഞിട്ടില്ല. 3 അധ്യാപകരെ വിളിച്ചു. അതിൽ ഒരാൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ വാസു പിഷാരടിയാണ്. മറ്റൊന്ന് കലാമണ്ഡലം ഉണ്ണികൃഷ്ണനാണ്. പിന്നെ ഒന്ന് ഞാനുമായിരുന്നു. ഞങ്ങളെ 3 ആളെ അല്ലാതെ കണ്ട് അദ്ദേഹം അവിടേക്ക് അടുപ്പിച്ചത് തന്നെയില്ല. വിളിച്ചിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. വാസു പിഷാരടി അതിന് കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ദോഷം പറയാൻ പാടില്ലായിരുന്നു. ഏതായാലും അത് പൂർണ്ണ തൃപ്തിയായില്ല. ഉണ്ണികൃഷ്ണാശാനാണെങ്കിൽ ഏട്ടന്മാർ 2 ആളും ഇവിടെ ഇട്ടുള്ള സമയത്ത് ഇത് പറയുന്നത് ശരിയല്ല, ഞാൻ പറയേണ്ടത് കയറി എന്തോ പറഞ്ഞു, ഒന്നും മിണ്ടാതിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ നമ്മുടെ ജനാധിപത്യത്തിൽ സമരം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഓരോ ആവശ്യങ്ങളുടെ കാര്യങ്ങളിൽ ന്യായീകരണ രീതിയിലാണ് പറഞ്ഞു. പക്ഷെ പറഞ്ഞു വളരെ കറക്റ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. എന്തായാലും സമരം വൈകുന്നേരം ആകുമ്പോഴേക്കും തീർന്നു. ഇപ്പോൾ ചെണ്ടക്കളരിയിലെ കുട്ടികൾ സമരം തീരണമെന്ന് പറഞ്ഞാൽ ആ ചെണ്ട വിഭാഗത്തിലെ തലവൻ ആരാണെങ്കിൽ അത് പറഞ്ഞാൽ ആ കുട്ടികൾ പിന്മാറും. മദ്ദളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ പിന്മാറും, വേഷത്തിൻ്റെ അങ്ങനെ ചെയ്യും. പക്ഷെ അവരുടെ കൂട്ടായ്മയ്ക്ക് നമ്മളൊരു ദോഷമല്ലേ ചെയ്യണം, അത് ചെയ്യാൻ പാടില്ലല്ലോ എന്നൊരു ന്യായം പറഞ്ഞോട് കൂടി അദ്ദേഹം ശരി വെച്ചോ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളോട് നടത്തി കൊടുക്കുകയും ചെയ്തു. ഇത് കലാമണ്ഡലത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന വിഷയ അതിനൊരു നിമിത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ വയ്യ. ഇതൊക്കെയാണ് എൻ്റെ ഇനി ഒറ്റ ചോദ്യം കൂടി. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം കെട്ടിപ്പടുത്ത കല അഥവാ കല കെട്ടിപ്പടുത്ത ജീവിതം, ഇത് രണ്ടും സമഞ്ജസമായിട്ട് പോകുന്നതാണ് അങ്ങയുടെ ഒരു ലൈഫ് സൈക്കിൾ മുഴുവൻ. മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമുള്ളൊരു കാര്യം കൂടിയുള്ളത്, എവിടെയും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ചുമന്ന മഷിക്കും വരയ്ക്കാൻ സ്വഭാവത്തിലോ അഥവാ കലയിലോ അല്ലെങ്കിൽ കലാജീവിതത്തിലോ കാണാത്ത ആൾ എന്ന് എടുത്തു പറയാം. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഉള്ള അഭിമാനമാണത്. ആ ജീവിതത്തിലേക്ക് അങ്ങൊന്ന് ഒരു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഈ അനുഭവ സാക്ഷ്യം ഇവിടെ. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് ജന്മനാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പാരമ്പര്യം. 2, ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുകയാണെന്ന് വിചാരിക്കരുത്, കൃഷ്ണൻകുട്ടി പുതുവളാസൻ എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള എൻ്റെ അറിയാത്തതുള്ള ഒരു ആദരവ്. ആ മരിക്കണ ദിവസം കൂടി ഞാനും എൻ്റെ കുടുംബവും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. 2, മറ്റൊന്ന് കുടുംബകാര്യങ്ങളെ കുറിച്ചും കലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കലാപാരമ്പര്യം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ കലാപാരമ്പര്യം എനിക്ക് അച്ഛൻ കുറച്ച് മന്ത്രമൊക്കെ കുട്ടി നടത്തിയിരുന്നു. ഈ അമ്പലത്തിലെ ജോലി കാരണം പിന്നെ അതിന് നടന്നില്ല, അത് വേറെ കാര്യം. ചുരുങ്ങിയത് പിന്നെ ആ കുട്ടിത്വം വിട്ട് വേറൊരു രൂപത്തിലേക്ക് എത്തിയപ്പോൾ അംഗീകാരങ്ങളുടെ കാര്യം, ദാമ്പത്യ കാര്യം, കുട്ടികൾ സംതൃപ്തിയിലേക്ക് വെറും വട്ടപൂജത്തിൽ നിന്നാണ് എൻ്റെ തുടക്കം. വലുതുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം കുട്ടികൃഷ്ണമാരാരുടെ കല തന്നെ ജീവിതം എന്ന് പറഞ്ഞ പുസ്തകമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവർ തന്ന പുസ്തകങ്ങളുമാണ്, അതിൽ അവരുടെ കയ്യെഴുത്തോട് കൂടിയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ
എനിക്ക് എന്നും ഒരു ചെറിയൊരു ആദരവ് അന്നും ഇന്നും. ഇപ്പം തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് ആരംഭം കുറിച്ചത് ആൾക്കാരോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു നമുക്കൊരു മാനസിക അടുപ്പത്തിൻ്റെ ഒരു കാരണം, ഞാനെന്ന വ്യക്തി ഇവിടെ ഉണ്ടാവാൻ പോണില്ല. ഇപ്പം ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഭാഗവതമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മളെ ഒരു വിശ്വാസമാണ്. നാളെ നമ്മളിവിടെ ഇല്ല. ഈ ഇത് വരുമ്പോൾ നാളെയും ഇവിടെ ഉണ്ടാവുന്നത് ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ദൃശ്യം മാത്രമേ ഉള്ളൂ. ഈ ദൃശ്യമാണെങ്കിൽ പോലും അതിന് ഒരു ചെറിയൊരു ചൂണ്ടുവല ഇട്ട് കൊടുക്കേണ്ടി വരും, മറ്റേതിന് അതും വേണ്ട. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ട് എഴുത്തും ഞാൻ എൻ്റെ കിടപ്പും ഇതൊക്കെ മുകളിലെ ഒരു മുറിയിലാണ്. ആ മേശപ്പുറത്ത് മുഴുവൻ എൻ്റെ കയ്യെഴുത്ത് പ്രതികളുടെ പുസ്തകങ്ങളും ഈ ഡയറികൾ, വലിയ ഡയറികളൊക്കെ പലതും അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുമ്പോൾ അതിൽ മുഴുവൻ അനാവശ്യമായിട്ട് വേറൊരു വാക്കും വേറൊരു കാര്യം ഇതിൽ കാണില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇത് നമുക്ക് ജന്മനാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ എവിടുന്നോ എങ്ങനെയായാലും നമ്മൾ വളർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിൽ സന്തോഷം. ഏറ്റവും ധന്യമായ 2 തരത്തിൽ, ഒന്ന് കലാപരമായി, മറ്റൊന്ന് ജീവിതത്തിൻ്റെ വഴികളും. അവസാനത്തെ ദുഃഖം മറക്കാൻ കൂടി ആശാൻ ഈ കലയും ഞങ്ങളുടെയൊക്കെ സ്നേഹവും ഒപ്പം തന്നെ ഈ എഴുത്തും ചിന്തകളും എന്നും കൂടെ ഉണ്ടാവട്ടെ. ഏറ്റവും സന്തോഷത്തോടെ ഇത്രയും നേരം പോയതറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. കാരണം സംസാര വിഷയം കലയായതുകൊണ്ടും അങ്ങയുടെ വാക്കുകൾക്കുള്ള ഒരു അതിൻ്റെ വഴിയും പാകതയും എല്ലാം കൂടി സന്തോഷമായിട്ടുള്ള ഒരു അഭിമുഖമായി ഇത്. ഞങ്ങളെപ്പോലെയുള്ള ഈ അവസാന തലമുറക്കാർ, ഇപ്പോഴത്തെ കുട്ടികളടക്കമുള്ളവർക്ക് ഈ അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും വലിയ ഗുണം ചെയ്യും. സന്തോഷം. നമസ്കാരം. എനിക്കും ഇത് തന്നെയാണ് തിരിച്ച് അങ്ങോട്ട് പറയാനുള്ളത്. ആവർത്തനം ഇനി വേണ്ടല്ലോ. അതുകൊണ്ട് സന്തോഷം. വളരെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, നാളത്തെ തലമുറയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ചില വിഷയങ്ങൾ വരുമ്പോഴാണ് ഇപ്പം നമ്മൾ പലവരെ കുറിച്ചിട്ടും ഓടി നടന്നിട്ടാണ് ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്ന് കണക്കാക്കിയിട്ട് നമുക്കൊരു കേന്ദ്ര സ്ഥലത്ത് കയറി ചെല്ലാൻ. ഇപ്പോൾ ഒരു ലൈബ്രറിയിൽ ചെന്നിട്ട് നമ്മളൊരു പുസ്തകം അന്വേഷിക്കുമ്പോൾ സാഹിത്യ അക്കാദമിയിൽ ചെന്നാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നില്ല അല്ലേ. പക്ഷെ അതുപോലുള്ളൊരു വിഷയം ഈ വക വിഷയങ്ങളിലില്ല. അതിന് ആരംഭം കുറിച്ചവരെ ആരായാലും അവർക്ക് ഒരു 100,000 അഭിനന്ദനങ്ങളും സ്നേഹവും. ഇത് ഇത്ര നേരം ഇത് ഇങ്ങനെ ഈ ഇത്രയും വായ്ത്താരി ഇവിടെ നിങ്ങൾ തിരിച്ച് തലയിലേക്കും ആ ക്രമത്തിലേക്ക് അങ്ങോട്ട് എത്തിയതിൻ്റെ സന്തോഷം കൂടി രേഖപ്പെടുത്തട്ടെ.